നമസ്കാരം. ശുഭദിനത്തിലേക്ക് സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,481ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലിദിനം എണ്ണി തുടങ്ങുന്നത്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷ കണക്കനുസരിച്ച് 1201 ആണ്ട് കന്നിമാസം 12-ാം തീയതിയാണ്. ശകവർഷം 1947. ആശ്വിന മാസം 6-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ്. ഇന്ന് തിഥി വരുന്നത് ശുക്ലപക്ഷത്തിലെ ഷഷ്ഠി തിഥിയാണ്. രാത്രി ഉച്ചകഴിഞ്ഞ് 2:27 വരെയുള്ള സമയത്ത് ഷഷ്ഠി തിഥി വരുന്നുണ്ട്. തുടർന്ന് സപ്തമി തിഥിയാണ്. നക്ഷത്രം വരുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. അത് നാളെ വെളുപ്പിന് 3:54 വരെ ഈ തൃക്കേട്ട നക്ഷത്രം തന്നെയാണ്. കരണം വരുന്നത് കഴുതകരണമാണ്. ഉച്ചകഴിഞ്ഞ് 2:27 വരെയുള്ള സമയത്ത് കഴുതകരണം ഉണ്ട്. നിത്യയോഗം വരുന്നത് ആയുഷ്മാൻ നാമ നിത്യയോഗമാണ്. രാത്രി 12:31 വരെയുള്ള സമയത്ത് ഈ നിത്യയോഗം ആയുഷ്മാൻ നാമ നിത്യയോഗം വരുന്നുണ്ട്. ഞാറ്റുവേല അത്തം ഞാറ്റുവേല ആണ്. ഋതു ശരത്ത് ഋതുവാണ്. അയനം ദക്ഷിണായനമാണ്. ഇന്നത്തെ ദിവസം ഞായർ സൂര്യൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:16:03 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:12:58 അസ്തമയം സംഭവിക്കുന്നു. മധ്യ കേരളത്തിലെ ഉദയാസ്തമയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം തെക്കോട്ടും വടക്കോട്ടും നീങ്ങുന്തോറും ഉണ്ടാകുന്നതാണ്. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 56 മിനിറ്റ് 55 രാഹുകാലം സംഭവിക്കുന്നത് വൈകിട്ട് 4:43 തുടങ്ങി 6:12 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് ഉച്ചകഴിഞ്ഞ് 3:13 മുതൽക്ക് 4:43 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് ഉച്ചയ്ക്ക് 12:14 മുതൽക്ക് 1:44 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാകയാൽ ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതല്ല. ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് 11:50 തുടങ്ങി 12:12 വരേക്കും. തുടർന്ന് 4 മിനിറ്റ് മധ്യം വർജിച്ചിട്ട് 12:16 മുതൽക്ക് 12:38 വരെയുള്ള സമയത്താണ്. 11:50 മുതൽക്ക് 12:38 വരെയാണ് അഭിജിത് മുഹൂർത്തം. മധ്യത്തിൽ സന്ധി ആകയാൽ 4 മിനിറ്റ് വർജിച്ചിരിക്കുന്നു. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് മേടക്കൂറുകാർക്കാണ്. അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യത്തെ പാദവും ചേർന്നതാണ് മേടക്കൂറ്. ഇവർക്ക് ഇന്നത്തെ ദിവസം ശുഭമായിട്ടുള്ള ദിവസമല്ല. ചന്ദ്രൻ അഷ്ടമത്തിലാകയാൽ ഇന്നത്തെ ശുഭമായിട്ടുള്ള കർമ്മങ്ങൾ തുടങ്ങുക, പ്രധാനപ്പെട്ട യാത്രകൾ, ഇതൊക്കെ അവർ ഒഴിവാക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതല്ല. ലോഹകർമ്മങ്ങൾ, ശില്പകർമ്മങ്ങൾ, പ്രഹരം, ശത്രു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വേദകർമ്മം, ഇതൊക്കെ നല്ലതാണ്. എണ്ണ കാച്ചുക, ഇതൊക്കെയും ആണ് പറഞ്ഞിട്ടുള്ളത് തൃക്കേട്ട നക്ഷത്രത്തിന്. മറ്റ് ശുഭകർമ്മങ്ങൾക്ക് ഇന്ന് വിധിച്ചിട്ടില്ല. ശുക്ലപക്ഷത്തിലെ ഷഷ്ഠി തിഥിയാണ്. ശില്പകർമ്മങ്ങൾക്കും വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ആഭരണം, യുദ്ധം ആരംഭിക്കുക, ഇതൊക്കെയാണ് ഷഷ്ഠി തിഥിക്ക് ചേർന്നിട്ടുള്ളത്. നമസ്കാരം.